ഗേൾഫ്രണ്ട്സ് ഇല്ല. സോ അങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ വലിയ മണ്ടത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഷുവറാണ്. നല്ല കുട്ടിയാണ്. ഇന്ന് നമ്മളെ ചലഞ്ചില് ഒരു സന്തോഷ നിമിഷമുള്ള ദിവസമാണ് ഇന്ന്. ഇത് നമ്മളെ ആനന്ദ്. അപ്പൊ ആനന്ദ് ബ്രോ പിന്നെ നമ്മളെ ചലഞ്ചിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. നമ്മളെ യൂട്യൂബില് 4ാമത്തെ ഗിഫ്റ്റുള്ള മത്സരത്തിൽ വിജയിയാണ്. അപ്പൊ ആ ഒരു ദിവസം തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ ആനന്ദ് ഇങ്ങനെ പറഞ്ഞു അല്ലെ ആനന്ദ്? യെസ്, എനിക്കും ജവാൽ ബ്രോന്റെ കുറെ മറ്റേ ചലഞ്ചസ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് പങ്കെടുക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ആനന്ദിന്റെ ആ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കണം. അപ്പൊ ആനന്ദ്, ഞാൻ ഫസ്റ്റ് ഒരു 4 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളാട്ടോ ഫുള്ള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ ആദ്യമായി കാണുമ്പോ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഷുവർ, ഞാൻ കണ്ണുകളായിരിക്കും ശ്രദ്ധിക്കുന്നത്. കണ്ണുകളായിരിക്കും ശ്രദ്ധിക്കുക. കണ്ണാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരു വെറൈറ്റി തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലല്ലോ. അപ്പൊ നിങ്ങളുടെ ഫോൺ ലോക്ക് മാറ്റാതെ ഒരു ദിവസത്തേക്ക് അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനോ കൊടുത്താൽ എന്ത് സംഭവിക്കും? ആക്ച്വലി ഗേൾഫ്രണ്ടിന് കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഗേൾഫ്രണ്ട്സ് ഇല്ല. സോ അപ്പൊ ആ ഒരു അവിടെ ഒരു പ്രസക്തി ഇല്ല. രണ്ടാമത് എന്റെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ അമ്മ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അമ്മയ്ക്ക് നോക്കാനൊന്നും അറിയണ്ടാവില്ല. കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്തൊരു തുറന്ന പുസ്തകമാണ് ഞാൻ എന്ന് പറയാൻ. ആ ഒരു പിന്നെ മറുപടി എനിക്ക് ഇഷ്ടമായി. കള്ളത്തരങ്ങളില്ലാത്ത ഒരു തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. അപ്പോ 2 ചോദ്യങ്ങൾക്ക് ഇപ്പൊ ആനന്ദ് ബ്രോ നല്ല രസകരമായിട്ട് മറുപടി പറഞ്ഞു. ഇനി നമുക്ക് 2 ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരു രഹസ്യം എന്താണ്? ആക്ച്വലി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മണ്ടത്തരം ആരും അറിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാവരും ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്തുണ്ടെങ്കിലും രഹസ്യമായിട്ടൊന്നും എനിക്കില്ല. സത്യം പറയണം, സത്യമാണ്. രഹസ്യമായിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ വലിയ മണ്ടത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഷുവറാണ്. നല്ല കുട്ടിയാണ്. അത് പരസ്പരം അടുത്തറിഞ്ഞവർക്ക് അറിയാം. നല്ല പയ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ലാസ്റ്റ് ചോദ്യം. സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 10 കോടി രൂപ കിട്ടിയാല് നിങ്ങളെ കൂട്ടുകാരറിയാതെ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആക്ച്വലി ഇതിന് എനിക്ക് സീരിയസ് ആയിട്ട് മറുപടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നമ്മൾ ആദ്യം സമീപിക്കുന്നത് കൂട്ടുകാരെയാണ്. പിന്നെ ഈ 10 കോടി വരുമ്പോൾ മാത്രം അവരെ മാറ്റി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും എനിക്കില്ല ആക്ച്വലി. പിന്നെ അവരെ അറിഞ്ഞ് അവരുടെ കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഇഷ്ടം പോലെ, പക്ഷെ അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ എബിലിറ്റി ഇല്ലാത്ത കുറെ പേരുണ്ട്. അപ്പൊ അവരെ സഹായിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളാണ് എനിക്ക് പ്ലാൻ ഉള്ളത്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും അതാണ്. ബാക്ക്വേർഡ് നിൽക്കുന്നവരെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അത് ഉപയോഗിക്കുക. പക്ഷെ അത് വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇല്ലാതെ അത് എനിക്ക് സക്സസ് ആയി ചെയ്യാനും പറ്റില്ല. കാരണം എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ നിൽക്കുന്നവര് പൈസ വരുമ്പോഴും അവരെന്റെ കൂടെ ഉണ്ടാവണം. എന്തായാലും ഒരുപാട് താങ്ക്സ് നമ്മൾ ചലഞ്ചിൽ പങ്കെടുത്തില്ല. എന്തായാലും നല്ലൊരു മനസ്സിനുടമയായിട്ട് നമ്മൾ ആനന്ദ് ബ്രോ, അത് ആനന്ദിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി അടുത്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ദുബായിൽ ക്യാമറ കൊണ്ട് വരുന്നത്. അപ്പൊ എല്ലാവരും സെറ്റ് ആയിരുന്നോളെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.